നമസ്കാരം. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷ്ണുമായ ചാത്തനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ഞാൻ പറയുന്നത്. വിഷ്ണുമായ ചാത്തൻ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവമായിരുന്നു. ഇപ്പോഴാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നത്. പണം സമ്പാദിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പുതിയ പുതിയ പേരുകളിലാക്കി ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് ചാത്തനെ എങ്ങനെ സ്വീകരിക്കാം? നമ്മുടെ വീട്ടിൽ ഒരു ഫോട്ടോ, ചാത്തൻ്റെ ഒരു പടം വയ്ക്കുക, വിഷ്ണുമായ പൊന്നുണ്ണിയുടെ ഒരു പടം വെച്ചുകൊണ്ട് നമ്മളതിന് നിത്യേന വിളക്ക് കത്തിക്കുക, നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട് കരുതുക, നമ്മളതിനോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ പ്രാർത്ഥനാ രീതികളൊക്കെ യൂട്യൂബിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ രീതികൾ എടുക്കുക. അതിൽ മന്ത്രങ്ങൾ എടുക്കരുത്. മന്ത്രങ്ങൾ പലരും പല രീതിയിലാണ് പറഞ്ഞു തരുന്നത്. മന്ത്രങ്ങളുടെ ആവശ്യമില്ല. ഓം ശ്രീ വിഷ്ണുമായ സ്വാമി, ഓം ശ്രീ വിഷ്ണുമായേ എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ വിഷ്ണുമായ സ്വാമി എന്നെ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിച്ചാത്ത നീ എന്നെ അനുഗ്രഹിക്കണേ, നിൻ്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ നീ ഉണ്ടാവണേ ഭഗവാനെ എന്ന് പറയണം. ഭഗവാനെ നമ്മളൊരു കളിത്തോഴനായിട്ട് കൊണ്ട് നടക്കാം. എല്ലാ രീതിയിലും കൊണ്ട് നടക്കാം. മത്സ്യമാംസാദികൾ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ മുറി കയറരുത്. ഭഗവാന്റെ മുറി കയറാൻ ആൾക്കാർ പറയും കള്ളും മദ്യമൊക്കെ വെച്ചു കൊടുക്കേണ്ട ദിവസങ്ങളും നാളുകളുണ്ട്. അതല്ലാതെ വെച്ചു കൊടുക്കുന്നത് വീടുകളിൽ അത് ചെയ്യാൻ പാടില്ല.